ഹായ്. എന്തൊരു രണ്ടാൾക്ക് സുഖം തന്നെയാ? രണ്ടാളും ഭയങ്കര വെറൈറ്റിയിലാണല്ലോ ഉള്ളേ. ഇതാരെ ഈ ഹെയർ സ്റ്റൈൽ ഒപ്പിച്ചെന്നാ ചാനു? അച്ഛനോ? അടിപൊളിയായിനാ? ഇഷ്ടായിനാ? അതെയാപ്പാ? ശരിക്കും ആരെയാ ഇപ്പൊ സുന്ദരി? ഇപ്പാരാ സുന്ദരി സത്യം പറഞ്ഞാട്ടെ? അച്ഛാ അല്ല ചേച്ചിയാ? പറ. ഞാനാ? ആരാ അത് കാട്ട്. ഇനി പപ്പ ഒരാരെ സുന്ദരി. രണ്ടാളും ക്യൂട്ടായിട്ടുണ്ടല്ലോ, ബ്യൂട്ടി ക്യൂട്ടായിട്ട് രണ്ടാളും കേട്ടാ അടിപൊളി. പപ്പക്ക് രണ്ടാളും ഇഷ്ടമായില്ലേ? പോരാ. ഏയ് ആർക്കാ സ്കൂളിൽ പോകാൻ ഏറ്റവും ഇഷ്ടം? ചേച്ചിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടം? ആണെന്നാ ജാനു അങ്ങനെ ഇഷ്ടം? സംസാരിക്കാൻ വേണ്ടിട്ടാ, പഠിക്കാനല്ല. അച്ഛന് സ്കൂളിൽ പോകാൻ ഇഷ്ടാന്നാ? ഇപ്പോഴത്തെ സ്കൂൾ ഇഷ്ടല്ല. ആ നമ്മൾ ഇപ്പോഴത്തെ സ്കൂള് കുറച്ചേ ഇഷ്ടമുള്ളൂ. ആ മിസ്സിന് കാണിച്ചു കൊടുക്കും കേട്ടാ. ഇല്ല പാടക്ക് കാണിക്കൊന്നുമില്ല. അടുക്ക് കേട്ടോ മോൾ അടുക്ക്. അതിനെന്നാ ഇഷ്ടമില്ലാത്ത മിസ്സ് കലമ്പുന്നോടല്ലേ? അച്ഛനെന്നാ ഇപ്പോൾ ഈ സ്കൂൾ ഇഷ്ടമില്ലാത്ത? ആ അയ്യോ നാണക്കേട്. അതെ പഠിക്കാൻ വേണ്ടിട്ടല്ലേ? അങ്ങനെ മമ്മി മോളെ കലമ്പല്ലേ? നന്നാവാൻ വേണ്ടിട്ടല്ലേ? മോളെന്തിനാ മമ്മീനെ കലമ്പത്? മമ്മി നന്നാവാൻ വേണ്ടിട്ടാ? ഇങ്ങ ഇടുക്ക് ഇടുക്ക്. മമ്മി ഇതെല്ലാം സാക്ഷിയായി കാണുന്നുണ്ട് കേട്ടാ. അച്ഛൻ മമ്മീനെ കലമ്പലുണ്ടാ? ഞാനോ? അതെയാ? ഇല്ല കരിയും. അച്ഛന് വേഗം സങ്കടാവും. ജാനു കലമ്പിട്ട് മമ്മി കരിയും അല്ലേ? അല്ലേ? ജാനുവിൻ്റെ പണിയാതാ അത്. വർത്താനം പറഞ്ഞ് മമ്മീനെ ലോക്കായിക്കളി. പയ്യ മമ്മിക്ക് സങ്കടമായിട്ട് കരിയും. അപ്പോൾ ബസ് എത്തിയണ്ട മക്കളെ. അപ്പം നമ്മളെ മക്കളെ ബസ് എത്തിയിട്ടുണ്ട്. എടാ പൊന്നാ റെഡിയായില്ല പൊന്നെ? വേമ്പ മമ്മി ഒരു സ്മൈൽ ആയിട്ട് വയ്ക്കും പൊന്നാ സ്മൈൽ. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടി ഇങ്ങനെയാണ് കേട്ടോ. കിട്ടി കോയി മാമി. ഓ അപ്പോൾ മമ്മീൻ്റെ പരിപാടി കഴിഞ്ഞല്ലേ? എന്നാണ് മുഖത്തൊരു തെളിച്ചില്ലാത്ത? ഒന്നുമില്ല കേട്ടാ. കുളിച്ചില്ല, പൗഡർ ഇട്ടില്ല, കൺമഷി വരഞ്ഞില്ല, ഒന്നും നേരമില്ല. മക്കളെ പറഞ്ഞു വിടാനുള്ള തിരക്കിലായിരുന്നു പാവം മമ്മി. പിന്നെന്താ മമ്മി അടുത്ത പരിപാടി? എന്നാ ഇന്ന് സ്പെഷ്യൽ? ഓ ഇന്ന് അയില ബിരിയാണി. അങ്ങനെ ഒരു സംഭവം ഉണ്ടാ? ആക്കുന്നതെന്നാ ചെമ്പീൻ ബിരിയാണി ഉണ്ട്, പിന്നെ അയില ബിരിയാണി എന്താ ആക്കുന്നതിന്? ആക്കാല പണി കുറച്ച് എളുപ്പമായിരിക്കൂലേ? ആ അതെ ഉണ്ട്. അതല്ല നമുക്ക് പുഷ്പല്ലേ. 3 മക്കളതാ സിമ്പിളായിട്ട് സ്കൂളിലേക്ക് പറഞ്ഞേച്ച്. ഇനി ഒരു അയില ബിരിയാണിക്കാ പണി. അമ്മ അടുക്കളയിൽ കയറിയ മാജിക്കാണ്, മാജിഷനെ പോലെയാണ്. രാവിലെ കയറി ഒരു മണിക്കൂർ കൊണ്ട് പണി പത്ത് ഉച്ചക്കത്തെ ചോറടക്കാക്കിയിട്ടുണ്ടാവും. ഞാൻ റെഡി ചെയ്തും മറ്റും ഇറങ്ങിയിട്ടുണ്ടാവും. അല്ലേ മമ്മി? അല്ല ഇന്ന് ഷോപ്പിലേക്ക് വരുന്നുണ്ടോ മമ്മി? എന്നാ ഷോപ്പിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ്. ബ്യൂട്ടി പാർലറിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഷോപ്പിലേക്ക് പറയുമ്പോഴത്തേക്ക് മമ്മിക്ക് പോവാൻ ഭയങ്കര മടി. ആടെ വന്നിട്ട് ആവിയിടല്ലേ പണി. സെയിലും അറിയില്ല, ഒന്നും അറിയില്ല. ഇൻട്രസ്റ്റ് ഇല്ല. ഉറുമ്പെല്ലാം പോയാ നമ്മള് കടുകൊക്കെ കണ്ടു കൊടുത്തിട്ട് ഉറുമ്പ് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അതെയാ? നമ്മള് ചെറുകുന്ന അമ്പലത്തിലല്ലേ മിഞ്ഞാന്ന് ഞായറാഴ്ച കടുക് കൊണ്ടെടുത്തിന്. കടുക് കൊണ്ടെടുത്താൽ വീട്ടിൽ ഉറുമ്പെല്ലാം പോകുന്ന പറഞ്ഞേ. ശ്രുതിന്റെ ഡ്രസ്സെല്ലാം ഓട്ടയാക്കി. നീ ഡ്രസ്സ് ഓട്ടയാക്കിയില്ലല്ലേ? ചെറിയ ചെറിയ ഓട്ട. എൻ്റെ ഡ്രസ്സാ കുറേ പോയേ. ഉറുമ്പല്ലേ? ആ ചെറിയ ചുവന്ന ഉറുമ്പല്ലേ?
എൻ്റെ ഷർട്ടാ കുറേ പോയി കളഞ്ഞോട്ടെ മറ്റോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പുഴ ബസ് ബാക്കും ഉണ്ട് ഇതാ ഇതാ ചെറിയ ചെറിയ ഇതാ ഓട്ടോ ഇതാ കണ്ട ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓട്ടോകൾ ആ കുഞ്ഞുറുമ്പിൻ്റെ പണിയല്ലേ എൻ്റെ ഒരു 5-6 പോയി കിട്ടിയില്ലേ പുതിയത് വാങ്ങിട്ടിട്ടില്ലോന്നെ അറിയില്ല. അല്ല ഇപ്പൊ കുറഞ്ഞിനാ എന്നിട്ട് ഉറുമ്പ് അപ്പൊ അമ്പലത്തിൽ കടു കൊടുത്ത കാര്യമുണ്ടെന്ന് പറയുന്നത് ഐ ക്യാൻ ബിലീവ് ഇറ്റ്. ഞാനിത് വിശ്വസിക്കില്ല. ആന്നല്ല ഉറുമ്പിനെന്തോ മതിയായിട്ടുണ്ട് എന്നിട്ട് പോയതായിരിക്കും. അമ്പലത്തിൽ കടു കൊടുത്ത ഇപ്പൊ ഉറുമ്പ് പോവില്ലേ? എനക്കതൊന്നപ്പാ ഷോപ്പിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെന്താ പരിപാടി? ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പം ഷോപ്പിൽ ഒരുപാട് ഗസ്റ്റ് വരുന്നല്ലോ ഡെയിലി. അതുകൊണ്ട് ഷോപ്പിൽ ഇപ്പം വിട്ടിക്കാൻ കഴിയുന്നില്ല. ചെറിയ മോനിന്നല്ലോ വന്നില്ലേ? കുഞ്ഞി മോൻ വന്നില്ലല്ലേ? സ്ഥിരം വീഡിയോ കാണുന്നതാണ്. വൈജോണ്ണെ കാണാൻ പറഞ്ഞിട്ട് വന്നതാണ് കുഞ്ഞിമോൻ. വാട്സാപ്പിൽ ചെയ്യല്ലേ? വൈജോട്ടാ കുളത്തിൽ പോകുമ്പോ ഞാനും വരട്ടെ ഇങ്ങോട്ട് പോകാന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ദിവസം കൂട്ടിട്ട് പോവാന്ന്. ഇവിടെ അടുത്താണ്, കുറച്ചേ ദൂരമുള്ളൂ. അപ്പൊ നോക്കുമ്പോ ജലദോഷം എല്ലാം പിടിച്ചിട്ട്. ജലദോഷം പിടിച്ചാ? നമ്മളെ ലാല അവിൽമില്ലിലെ ജിതീന്റെ മോനല്ലേ കുഞ്ഞുമോൻ. നമുക്ക് കുട്ടി ഫാൻസ് ഉണ്ട് കുറച്ച്. നമ്മളും കുറച്ചായി കുളത്തിൽ പോവാത്ത പോകുമ്പോൾ വിളിക്കാറുണ്ട്. ഞാൻ നോക്കിയാ രാവിലത്തെ വ്യായാമം എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നല്ല വെയിലെല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. മുകളിലാകെ കറുത്തുപോയി. അതേപോലെ ഇന്നത്തെ ദിവസം ഇങ്ങനെ നല്ല മക്കളെ യാത്രയിൽ പോയി കഴിഞ്ഞ് ഇതാ മമ്മി ഇനി അടുക്കള ഡ്യൂട്ടി. ഇന്ന് അയില ബിരിയാണിയാണ് നമ്മളാക്കാൻ പോകുന്നത്. അയിലിനെ കൊണ്ട് ആരെങ്കിലും ബിരിയാണി ആക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണേ. നമ്മൾ മത്തീനെ കൊണ്ട് ബിരിയാണി ആക്കിയിട്ട് മത്ത് ഒന്നുമില്ല. നമ്മളീ ചെമ്മീനെല്ലാം ആക്കുമ്പോൾ ഉള്ളി മസാല എല്ലാം ഇട്ടിട്ട് അയില ഇടുന്നു. എന്നിട്ട് ഇതിൻ്റെ അപ്പുറാക്കുന്നത് ഒന്ന് ദമ്മിട്ട് കഴിഞ്ഞാൽ അയില ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, എന്ത് ബിരിയാണി കൂടി ആക്കുക. പിന്നെ ശ്രുതി ബിരിയാണിയിൽ ഭയങ്കര എക്സ്പെർട്ടാണ്. ശ്രുതിൻ്റെ ബിരിയാണി വെച്ചാൽ ഒന്നൊന്നര ടേസ്റ്റാണ്. അത് ചിക്കനായാലും ശരി മട്ടനായാലും എന്ത് വെച്ച് കഴിഞ്ഞാൽ കൈപ്പുണ്യം എന്ന് വെച്ചാൽ ഒന്നൊന്നര കൈപ്പുണ്യം. ഞാൻ ഇവിടെ പറയും നിൻ്റെ ഈ കൈപ്പുണ്യം കാരണം എനിക്ക് കൊളസ്ട്രോൾ കയറുന്ന കേട്ടാന്ന് പറയും. ഇപ്പോൾ ശ്രുതിയുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായ അവനവനും കൊളസ്ട്രോൾ കയറുന്നുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമല്ല. അതങ്ങനെ തന്നെയല്ലേ ഈ പണ്ടാരി മറ്റേ എടുത്തിട്ട് പണ്ടാരിക്കൊന്നും പിടിക്കൂല. അതുപോലെയാണ് ശ്രുതിയുടെ അവസ്ഥ. ഇവക്ക് ഏറ്റവും ഇഷ്ടം റെസ്റ്റോറൻറ്റ് പോയിട്ട് കഴിക്കാനാണ്. അവിടെ പോലെ ഞാൻ അങ്ങനെ തിന്നൊന്നുമില്ല. ലൈറ്റ് ഫുഡിൻ്റെ ആളാണ് കേട്ടോ. ഫുൾ ഡയറ്റ് അധികം തന്നൂല കുഞ്ഞാണ്. എന്താന്നറിയില്ല ആരൊക്കെ കൊളസ്ട്രോൾ കയറുന്നുണ്ട്. കൊളസ്ട്രോൾ കയറുന്ന വേറൊന്നല്ല, തടി അനങ്ങുന്നില്ല, വ്യായാമമില്ല, നടത്തമില്ല. ഞമ്മളെ ഇരുന്ന് കമ്പൽ വരെ നടക്കാൻ മടിയാണ്. അപ്പം പിന്നെ കൊളസ്ട്രോൾ കയറാണ്ടിരിക്കുക. ഇന്ന് രാവിലെ ഇതാ വീണ്ടും സ്കോട്ടടി മാത്രമല്ല ഇന്ന് കുറെ എക്സസൈസ് ചെയ്യിപ്പിച്ചല്ലേ. കുറെ സമയം ചെയ്തു പക്ഷെ ഇന്ന് വലിയ എഫക്റ്റ് ഇല്ലേ. പക്ഷെ ഞാൻ നല്ല ചെയ്തിട്ട് കാല് ഭയങ്കര വേദന. ഇനി മാറും. ഇനി പ്രശ്നമില്ല. ഡെയിലി ചെയ്യുമ്പോൾ പിന്നെ കാലുവേനെല്ലാം മാറിയില്ലേ. ഇന്ന് കുറച്ച് അധികം ചെയ്യുകയും ചെയ്തിനി. എരി വേനതുണ്ടല്ലോ ഇപ്പം ബോഡിയെല്ലാം നല്ല സെറ്റല്ല. അങ്ങനെ ശ്രുതി വ്യായാമത്തിൽ കിടന്നിരിക്കുകയാണ്. കൊളസ്ട്രോളാണ് വില്ലൻ. പിന്നെ വീഡിയോ കാണുന്ന പെണ്ണുങ്ങളോട് വീഡിയോ കാണുന്ന ലേഡീസിനൊക്കെ എനിക്ക് പറയാനുണ്ടല്ലോ, കൃത്യമായിട്ട് വ്യായാമം ചെയ്താൽ കാലുവേന മുട്ടുവേന ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക്. കാരണം വീട്ടിൽ കാര്യമായിട്ട് പണിയില്ല. വാഷിംഗ് മെഷീൻ വന്ന് മിക്സി വന്ന് എല്ലാം വന്ന് അതുകൊണ്ട് അധ്വാനം ഇല്ലാത്തതുകൊണ്ടല്ല രോഗം വരാൻ ഏറ്റവും ചാൻസ് കൂടുതൽ നിങ്ങൾക്കാണ്. ശ്രുതിക്ക് കൊളസ്ട്രോൾ ഒന്നും നടന്നില്ല. അടുക്കളയിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. എല്ലാം നടന്നിട്ട് ചെയ്യേണ്ട പണിയാണ്, കൈനെ കൊണ്ട് ചെയ്യേണ്ട പണിയാണ്. മുമ്പ് അതുപോലെ അലക്ക് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് വീഡിയോ കാണുന്ന ലേഡീസ് ആൾക്കാർ കൃത്യമായിട്ട് വ്യായാമം ചെയ്യാം. ആണുങ്ങൾ പിന്നെ അല്ലേ നമ്മൾ പുറത്ത് പോക്കും കറങ്ങലും ചുറ്റലായിട്ട് വേണ്ട ഓട്ടം ചാട്ടലായിട്ട് നമ്മളെ വ്യായാമം ഏതാണ്ട് നടക്കും കേട്ടോ. പക്ഷേ ലേഡീസിൻ്റെ കാര്യം കട്ടപ്പോയെന്ന് പറയാനുള്ള ഒരു 40 വയസ്സാകുമ്പോഴത്തേക്കല്ലേ ശ്രുതി. എൻ്റെ പേര് പഠിച്ചവരൊക്കെ ഉണ്ട്. ഇനി വ്യായാമം ചെയ്തതെന്നറിയില്ല. എൻ്റെ പേര് പഠിച്ചവരൊക്കെ എനിക്ക് ഒന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രായം തോന്നിക്കുന്നല്ലേ. കൂടുതൽ ആളെയും കാണുമ്പോൾ പെൺകുട്ടികളെ കാര്യം ആണുങ്ങൾ കണക്കൊന്നും നല്ല പ്രായമുണ്ട്. എൻ്റെ ഇന്നാള് നമ്മളൊരു ചങ്ങാതി വന്നിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ 10ാം ക്ലാസ് പഠിച്ചു. അവൻ്റെ മുടിയിലോട്ട് മൊത്തം നരച്ചിട്ട് ആകെ ഒരു കൊല്ലാത്ത പോലെ. ഞാൻ പറഞ്ഞു എന്താണ് ഇത് സംഗതി നോക്കുമ്പോൾ ഗൾഫിൽ പോയിട്ടെന്നാണ് പറയുന്നത്. അതുപോലെ ലേഡീസ് നല്ല പ്രായമുണ്ട്. എൻ്റെ ഇവിടെ പഠിച്ചവരൊക്കെ ഭയങ്കര പ്രായം തോന്നിക്കുന്നത് കാണുമ്പോൾ. കൂട്ടത്തിൽ ഞാനതൊന്നും പിന്നെയും പ്രായം കുറവൊന്നും. ഞാൻ പറയാമല്ലോ വ്യായാമത്തിൻ്റെ കൂടാണ്. വ്യായാമം ചെയ്താൽ സൗന്ദര്യം കൂടും, ആരോഗ്യം കൂടും, ഒക്കെ കൂടും, പ്രായം അങ്ങനെ നിലനിൽക്കുന്ന പറയാനുള്ളത്. വലിയ സൗന്ദര്യത്തിൻ്റെ പേരിൽ പറയുന്നത്. എന്നാലും ബാക്കിയുള്ളവർ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ ഷോപ്പിൽ ശാലിനി പറയുമ്പോൾ ചേട്ടാ നിങ്ങളെ കൂടെ പിടിച്ചവർ ഭയങ്കരമായിട്ട് പ്രായം തോന്നിക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ് വ്യായാമം ചെയ്യാത്തോണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാ ഇതാ ശ്രുതി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കുന്ന പറയാ. വ്യായാമല്ല എന്ത് വെട്ടിക്കും ചെയ്യാം, പ്രായമാവാൻ പാടില്ല. അതാണ് ശ്രുതിൻ്റെ ഒരു അല്ല. എല്ലാവരും അങ്ങനെ ചിന്തിക്കുക.
അപ്പോൾ നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വ്യായാമം ചെയ്യുന്ന പറയില്ല. ഞാൻ എപ്പം പറയില്ല ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യുന്നതാണ്. പക്ഷേ ഇത് കാണുന്ന ലേഡീസൊക്കെ എന്താ പറയുക വെച്ചാൽ ശ്രുതിനെ പോലെ സൗന്ദര്യത്തിന് വേണ്ടി എന്തായാലും വ്യായാമം ചെയ്യുക, സ്കോട്ട് അടിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല കണ്ടീഷനാകുന്ന പറയാനുള്ള കൊളസ്ട്രോൾ കൂടാൻ നിൽക്കണ്ട. ശരിയെന്ന് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കല്ലേ. എല്ലാ ദിവസവും നമ്മൾ ആരോഗ്യത്തിനെ പറ്റി പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് ശ്രുതി. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്ന് പറയാനുള്ള. ശരിയെന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.